കൊടുക്കുന്ന പോർഷനാണ്. ക്ലിപ്പ് ഒഴിച്ചുകൊടുക്കും. അതിനുശേഷം ക്ലോസ് ചെയ്യാം, ഡോറും ക്ലോസ് ചെയ്യും. ഇത്ര ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ മെഷീനാണ് വർക്കിംഗ് കൊടുക്കുന്നത്. ഓക്കെ, പവർ ഓൺ ചെയ്യുമ്പോഴേ P01 ആണ് വരുന്നത്. അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാം 1 എന്നാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോഗ്രാം 1 എന്തുവാന്നുള്ളത്. ഡെയിലി വാഷ്, നമ്മൾ ഡെയിലി ഇടുന്ന ക്യാഷ് ഉള്ള വസ്തുക്കൾ വാഷുള്ള ഓപ്ഷനാണ്. സെക്കൻഡ് പ്രോഗ്രാമിലേക്ക് പോകണമെങ്കിൽ പ്രോഗ്രാം ബട്ടൺ പ്രസ് ചെയ്യണം. ഇവിടെ കണ്ടോ പ്രോഗ്രാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. P2 ഹെവി, കട്ടി കൂടിയ ജീൻസ് മെറ്റീരിയൽസ് അങ്ങനെയുള്ളതൊക്കെ വാഷ് ചെയ്യാനാണ് P2 യൂസ് ചെയ്യുന്നത്. P3 ഡെലിക്കേറ്റ്, കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളുണ്ട്, പെട്ടെന്ന് പിഞ്ചി പോകുന്ന വസ്ത്രങ്ങൾ അങ്ങനെയുള്ളത് കഴുകാനാണ്. P4 വൈറ്റ്സ്, വെള്ള വസ്ത്രങ്ങൾ മാത്രം കഴുകാനുള്ള ഓപ്ഷനാണ്. P5 സ്റ്റെയിൻ വാഷ്, കറയുള്ള വസ്ത്രങ്ങളുള്ള അങ്ങനെയുള്ളത് കഴുകാണ്. അപ്പം അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചൂടുവെള്ളത്തിലായിരിക്കും കഴുകുന്നത്. ബാക്കിയുള്ളതൊക്കെ നോർമൽ വാട്ടറിലായിരിക്കും. ഈ രണ്ട് പ്രോഗ്രാമിന് ചൂടുവെള്ളത്തിലായിരിക്കും കഴുകുന്നത്. അതുകൊണ്ടാണ് അതിനകത്തൊരു ചുവന്ന ഓറഞ്ച് കളർ കാണിക്കുന്നുണ്ട്. ഇൻബിൽറ്റ് ഹീറ്റർ വർക്കിംഗ്. ഓക്കെ, അടുത്തത് ആന്റി ബാക്ടീരിയ എന്നാണ് ഫുൾ ഫോം. നമുക്ക് ഈ ഹോസ്പിറ്റലൈസ്ഡായിട്ട് വരുമ്പോൾ വസ്ത്രങ്ങളുണ്ട്, അല്ലെ അണുബാധയുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യണം. സ്കിൻ അലർജീസ് അങ്ങനെയുള്ളവർ വാഷ് ചെയ്യണം. അടുത്ത വൂളൻസ്, കംപ്ലീറ്റ് വെൽവെറ്റിന്റെ വസ്ത്രങ്ങൾ കഴുകാനുള്ള ഓപ്ഷനാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റുകൾ കഴുകാനുള്ള ഓപ്ഷനാണ്. പിന്നെ എക്കോ വാഷ്, എംബ്രോയിഡറി വർക്ക്, സീക്വൻസ് വർക്ക് വരുന്ന വസ്ത്രങ്ങൾ കഴുകാനായിട്ട്. P10 കഴിവത്തില്ല, ഒലക്കത്തൂല്ല, സോറി കുത്തുത്തു വെക്കത്തൂല്ല, പകരം ഒലയ്ക്കുന്നത് ഉണക്കുന്നത് മാത്രമേ ഉള്ളൂ. പുറത്ത് കഴുകിയ തുണി ഇതിൽ കൊണ്ടുവന്ന് പത കളയിച്ച് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. P11 ഉണക്കുന്ന മാത്രം ഫംഗ്ഷൻ, വേറെ ഒന്നുമില്ല, ഉണക്കുന്ന മാത്രം ഫംഗ്ഷൻ. P12 എന്ന് പറയുമ്പോൾ വാഷിങ് മാത്രം. ഈ പറയുന്നതൊക്കെ നമുക്ക് കറണ്ട് കളയാൻ താല്പര്യമില്ല, വെളിയിൽ വെള്ളം കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇത് കഴുകി മാത്രമാണ് ഞാൻ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചത്. സ്റ്റാർട്ട് ചെയ്ത മെഷീൻ ചാടിക്കൽ റണ്ണിങ്ങിലേക്കൊന്നും പോകില്ല. ഫസ്റ്റിലെ സെൻസ് ചെയ്യും അത് എന്ത് ലോഡുണ്ട്, ആ ലോഡിന് എന്ത് വെള്ളം വേണം, എന്ത് ടൈം വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന മെഷീൻ തന്നെയാണ്. മെഷീൻ ഇത് സെൻസിങ് അതിനൊക്കെ ലാസ്റ്റ് സ്റ്റേജ് സെൻസിങ് ഇങ്ങനെ കറങ്ങിയിട്ട് നിൽക്കും. അതിനുശേഷമാണ് ടൈം റിമൈനിങ് നമുക്ക് എപ്പോഴും വരുന്നത്. ടൈം എത്ര ടൈമാണെന്നുള്ളത് ഡിസ്പ്ലേ തന്നെ കാണിക്കും. ഈ ടൈം കുറഞ്ഞ് വരും. അങ്ങനെ 0 ആയിട്ട് എൻഡ് ആയിട്ടൊക്കെ നിൽക്കും. 1 hour 11 minutes ആണ് ഇതിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. വാട്ടർ പ്രഷറുണ്ട്, കുഴപ്പമില്ല. ഈ 1.25 മണിക്കൂർ കൊണ്ട് കഴുകി ഒലച്ച് കുത്തും വെച്ച് ഉണക്കി തരും. ഈ ടൈമിനെ വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു എക്സ്പ്രസ് വാഷ് നടന്നിട്ടുണ്ട്, ഒരാൾ ഓടുന്നതാണ് 49 മിനിറ്റ് ആയി. അത് കുറച്ച് ടൈമിനെ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡ്രൈയുടെ സ്പീഡ് ടൈമൊക്കെ മിഷൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 2 മോഡുണ്ട്, നോർമലും ഉണ്ട്, ജെല്ലും ഉണ്ട്. അതിനനുസരിച്ച് ടൈം കുറയും കൂടിയും ചെയ്യും. ഹോട്ട് വാട്ടർ വേണമെങ്കിൽ നോർമലിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഹാർഡ് വാട്ടർ ഇവിടെ ആവശ്യമില്ല, കടപ്പുറ ഏരിയയിലാണ് കൂടുതൽ ആവശ്യം വരുന്നത്. വെള്ളത്തിന് ഭയങ്കര തിക്നെസ് ഉള്ള ഏരിയയിലാണ് യൂസ് ചെയ്യും. വാട്ടർ ലെവല് മിഷൻ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യാൻ പോകും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും, വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ ആ ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ.